അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് മട്ടൻ കടായിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടണിൽ നിന്നും നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരുന്നിടം വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി വേണ്ടത് സവാള സ്ലൈസ് ആക്കിയതാണ്. ഇത് ചെറിയ സവാള ആണെങ്കിൽ 6 എണ്ണം വേണം, വലുതാണെങ്കിൽ 4 സവാള മതി. ഇനി തക്കാളി 4 തക്കാളി, മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടായി മസാല വേണം. കടായി മസാല പാക്കറ്റായിട്ട് മേടിക്കാം. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, കസൂരി മേത്തി 2 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇനി പാകത്തിന് ഇതിൽ ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിലാണെങ്കിൽ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് മട്ടൺ വേകുന്നിടം വരെ ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിപ്പം മട്ടൺ വെന്ത് വന്നിട്ടുണ്ട്, 1/4 വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്, നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കടായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില വിതറിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.